കേരള ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു ബയോളജി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ഒരു മാത്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? അത്രയും കഴിവും സമ്പന്നമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? അതല്ലാതെ ഒരു മാത്സ് ടീച്ചറാണെന്ന് പറഞ്ഞ് വന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ജീവിതാനുഭവങ്ങളാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്, ഫുട്ബോൾ പരിശീലനം എന്ന് പറയുന്നത്, പരിശീലിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗരേഖ എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അതല്ലെങ്കിൽ കൊള്ള NAS എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സെക്ഷനുണ്ട്, കോച്ച് NAS. അത് കൽക്കട്ടയിലും പാട്യാലയിലും മാത്രമേ ഉള്ളൂ, പഞ്ചാബ് പാട്യാലയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അങ്ങനെ ഒരു കോച്ചാവണമെങ്കിൽ 2 സ്റ്റേറ്റ് കളിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യ കളിച്ചിരിക്കണം. ഇതാണ് ഒരു കോച്ചിൻ്റെ ക്വാളിഫിക്കേഷൻ. അവിടെ ട്രെയിനിങ് നമുക്ക് അപേക്ഷ കൊടുത്താലും കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ D-ലൈസൻസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. 5 ദിവസം ഒരു ക്യാമ്പിൽ കിടന്നൊരു D-ലൈസൻസ് എടുത്തുകൊണ്ട് വരുന്നൊരു കോച്ചിന് ജീവിതത്തിൽ അനുഭവങ്ങൾ കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കേരളത്തിൽ ഒരുപാട് മികച്ച കോച്ചസിൻ്റെ കൂടെ എനിക്ക് ട്രെയിനിങ് എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ അംഗമായിരുന്നു ജാഫർ സാർ, എറണാകുളമാണ്. കേരളത്തിലെ 2ാമത് സന്തോഷ് ട്രോഫി നേടുമ്പോൾ ജാഫറിക്കയായിരുന്നു കോച്ച്. അപ്പോൾ ജാഫറിക്ക കളിക്കുന്ന സമയത്തും കേരള സന്തോഷ് ട്രോഫി എടുത്തു, ജാഫറിക്ക കോച്ചായിരിക്കുന്ന സമയത്തും 2ാമത് കേരള സന്തോഷ് ട്രോഫി എടുത്തു. ആ ജാഫറിക്കയായിരുന്നു എൻ്റെ ഫസ്റ്റ് സബ് ജൂനിയർ സ്റ്റേറ്റിൻ്റെ കോച്ച്. കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുണ്ടറ KGVG UP സ്കൂളിൽ കായിക അവബോധ ക്ലാസും ഫുട്ബോൾ പരിശീലന കിറ്റും വിതരണം ചെയ്തു. കുണ്ടറ ഇളമ്പള്ളൂർ കായൽവാരത്ത് ഗീവർഗീസ് ഗവൺമെന്റ് UP സ്കൂളിലെ ഫുട്ബോൾ കായിക താരങ്ങളായ കുട്ടികൾക്കായി കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഫുട്ബോൾ പരിശീലന കിറ്റുകളും ഫുട്ബോളുകളും നൽകി. PFA ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷനായ പരിപാടിയിൽ ഫുട്ബോൾ ചരിത്രവും കായിക പരിശീലന അവബോധവും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. കൊല്ലം ജില്ലയിലെ മുതിർന്ന ഫുട്ബോൾ കായിക താരമായിരുന്ന തങ്കച്ചൻ്റെ നേതൃത്വത്തിലാണ് 50ഓളം വിദ്യാർത്ഥികൾക്ക് KGVG UP സ്കൂളിൽ പരിശീലനം നൽകുന്നത്. PFAയുടെ 1ാം വാർഷിക ദിനത്തിൽ തങ്കച്ചന് സ്നേഹാദരവ് നൽകിയിരുന്നു. ഇതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് മധുര പലഹാരവും വിതരണം ചെയ്തു. പരിപാടിയിൽ PFA ജനറൽ സെക്രട്ടറി MR മനോജ് ബോസ്, ഹാഷിർ, മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ എന്നിവരോടൊപ്പം കായിക താരങ്ങളായ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു. നിങ്ങൾ എല്ലാവരും ഭാഗ്യം ചെന്നവരാണ്. കാര്യം തങ്കച്ചനെ പോലുള്ളൊരു ഗുരുനാഥൻ കിട്ടിയത് അങ്ങേറ്റം നിങ്ങൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. കാര്യം അത്രയ്ക്കും നല്ല ഒരു ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനും ഫുട്ബോളിൻ്റെ ഒരു കാലത്ത് കൊല്ലത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഈറ്റില്ലർ എന്നറിയപ്പെടുന്ന കൊല്ലമാണ്. ആ കൊല്ലത്തിനെ നയിച്ചിരുന്ന ഒരു വൻനിരയുണ്ടായിരുന്നു. ആ വൻനിരയിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ ശിക്ഷതയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോച്ചിങ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെന്നാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാ ഭാവങ്ങളും വരുന്നു. അതുകൊണ്ടാണ് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നിങ്ങളെ കാണുന്നതിനും നിങ്ങളോട് അല്പം സംസാരിക്കുന്നതിനായിട്ടാണ് നമ്മുടെ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായിട്ടുള്ള ശ്രീ സിയാദ് ലത്തീഫ് അവരുടെ എത്തിക്കുക. പേരിട്ട് പറഞ്ഞില്ല തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ പേരിവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് തങ്കച്ച സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് സിയാദ് സാറിലൂടെയാണ്. അന്ന് പോലെ കേൾക്കുമ്പോൾ തന്നെ തങ്കച്ച സാറിൻ്റെ ആ ഒരു ഫുട്ബോളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി കൂടുതൽ ആധികാരികമായിട്ട് കേൾക്കാൻ പറ്റി. ഏതൊരു അധ്യാപകൻ്റെയും ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പം കുട്ടികൾക്കും അതൊരു അഭിമാനമായ ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് തങ്കച്ചൻ സാറിനും എൻ്റെ പേരിലുള്ള പ്രത്യേക ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ പോലും അറിയാതെ സ്കൂൾ പരിസരങ്ങളിലും മറ്റുമൊക്കെ ചോക്ലേറ്റ് വഴിയും മറ്റു വഴിയുമൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഫ്ലെക്സുകൾ. നമ്മളെ കുഞ്ഞുങ്ങളെ അതിലേക്ക് ബിസിനസ്സിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. ചിലർ ഭീഷണിപ്പെടുത്തി, ചിലർ അറിയാതെ ഒരു പ്രാവശ്യം പോയി വീണ് പിന്നെ അവിടുന്ന് വരാൻ പറ്റാതായി മാതാപിതാക്കളോട് പറയാൻ പേടി കാരണം അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ജീവിതം ആ മാതാപിതാക്കളുടെ ആഗ്രഹിക്കുന്ന ഹിമാലയ സ്വപ്നങ്ങളിൽ നിന്ന് പോലും ആ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് വരുന്നുണ്ട്.
അപ്പം ഈ ഫുട്ബോൾ ക്യാമ്പ് എന്ന് പറയുന്നത് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റാകുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. നമ്മൾക്ക് റൊണാൾഡോ ആവാനും മെസ്സി ആവാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റായി കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും. നമുക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും, ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടാവും അല്ലേ. നമുക്ക് ഒരു ചുറുചുറുപ്പ്, ഒരു ആരോഗ്യം, ഒരു പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ, അമ്മച്ചിയെടുത്ത് അച്ഛനോടുള്ള സ്നേഹം, ബഹുമാനം, ഇതെല്ലാം സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, ഒരു നല്ല പൗരനായി വളർന്നു വരിക. നാളെ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളൊരു മിലിറ്ററി ഓഫീസർ, അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസർ, അല്ലെങ്കിൽ നിങ്ങളൊരു എയർഫോഴ്സ്, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നാനാ വിഭാഗങ്ങളിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുവാനുള്ള നമ്മൾ ഒരു സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഫിറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ സ്പോർട്സിലോട്ട് കൊണ്ടുവരുന്നത്. പല കുട്ടികളും നമുക്കറിയാം വീടുകളിൽ മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ വീട്ടിൽ ചെന്ന ഉടനെ മൊബൈൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ടി വിക്ക് അഡിക്റ്റ്, മൊബൈൽ ഫോൺ അഡിക്റ്റ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടുതലും ജങ്ക് ഫുഡുകളാണ്. ബോയിലർ ചിക്കൻസ് കഴിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഫുഡിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുട്ടികൾ ആ പ്രായം തന്നെ, തെറ്റ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡികൾ ബോയിലർ ചിക്കൻ പോലെ വലുതായി മുട്ടനായി നമുക്ക് ഒന്നിനും ഉത്സാഹമില്ലാതെ ഒരു അൺഫിറ്റ് കോലമായി പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് പല പരാജയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നിങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്.